told your friend you're not okay? And tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒരു ബോറിങ് ഡേ ആണ്. ഒന്നും ചെയ്യാനില്ല. എല്ലാവർക്കും അറിയാം എനിക്ക് സെമസ്റ്റർ ലീവാണ്, അപ്പം ഞാൻ നാട്ടിലാണ്. ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു. അപ്പം രാവിലെ എണീച്ചു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു, ചായയൊക്കെ കുടിച്ചു. ഞാൻ സ്ഥിരം ഇരിക്കുന്ന സ്ഥലമാണത്. ചായയൊക്കെ കുടിച്ചു, പിന്നെ ദോശയും ചിക്കൻ റോസ്റ്റും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തോന്നും. പിന്നെ വീഡിയോസ് എടുക്കണം, കൺസിസ്റ്റൻ്റ് ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് റെഗുലറായിട്ട് ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങി. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. ഓക്കെ, അപ്പം ഇന്ന് എനിക്ക് പെട്ടെന്നിരുന്നപ്പോൾ തോന്നിയതാണ് ആ ഒരു ടേബിൾ. എനിക്കൊരു ടേബിളുണ്ട്, ഇതെൻ്റെ പഴയ ടേബിളാണ്, സ്റ്റഡി ടേബിളാണ്. ഞാനൊരു 6 തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് വുഡായിരുന്നു. പിന്നെ ഞാനത് വൈറ്റിലാക്കി, വൈറ്റ് മാർബിൾ നമ്മുടെ ഇതില്ലേ സ്റ്റിക്കർ, അതൊക്കെ ഇട്ടു. പിന്നെ ഇപ്പോൾ അത് ഭയങ്കര മോശമായിട്ടാണ് ഇരിക്കുന്നത്. പെയിൻറ്റിൻ്റെ കറയും അങ്ങനെ കുറേ സ്റ്റെയിൻസ് ഉണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ മാറ്റണമെന്ന് വിചാരിച്ചു. വൈറ്റ് പെയിൻറ്റ് അടിക്കണം എന്നാണ് ആഗ്രഹം. അപ്പം ഐ ഓൾറെഡി ഹാവ് വൈറ്റ് പെയിൻറ്റ്. അങ്ങനെ ഞാൻ വിചാരിച്ചു അത് അടിക്കാമെന്ന്. അപ്പം ഈ ഒരു പ്രോസസ്സായിരുന്നു ഭയങ്കര ഡിഫിക്കൽട്ട്. അത് ഓരോന്നും ഭയങ്കര നന്നായിട്ട് അത് അറ്റാച്ചായിപ്പോയി. കുറേ ദിവസമായല്ലോ, അപ്പം അത് ഊരിയെടുക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് എടുത്തു അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. അങ്ങനെ അത് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ആ പണി നടക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരുണ്ട്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. പിന്നെ ഇപ്പോൾ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് റാൻഡമായിട്ടുള്ള വ്ളോഗ്സ്, കോളേജ് വ്ളോഗ്സ്, പിന്നെ എന്താ ബ്യൂട്ടി റിലേറ്റഡ് അങ്ങനത്തെ ഇത്, പിന്നെ കുഞ്ഞു കുഞ്ഞു മിനി വ്ളോഗ്സൊക്കെ കാണാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഓക്കെ, വേറൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, ഇപ്പോൾ കുറേ +2 പാസ്ഡ് ഔട്ട് സ്റ്റുഡൻസ് ഉണ്ട്. എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് BSLP എന്താണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് മെസ്സേജസ് വരാറുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് പാരാമെഡിക്കൽ കോഴ്സസിനെ കുറിച്ച് തന്നെ ഡൗട്ട്സ് വരാറുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, അറിയാത്തവർക്ക്, ഞാൻ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആൻഡ് ഓഡിയോളജിയാണ് ചെയ്യുന്നത്, ബാച്ചിലേഴ്സ് ഡിഗ്രി. അപ്പം ഇതിനെക്കുറിച്ച് ലിങ്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ പറയുന്നുണ്ട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നിങ്ങൾക്ക് ഡൗട്ടുള്ളത്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID-യിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഓപ്പൺ ആണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് ഓറിയോ ഷേക്ക് കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് ടേബിളിൻ്റെ അവസ്ഥ. ഒരു ആ ഒരു പശ ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് അത് സ്റ്റിക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു A to Z ഒന്നും അറിയത്തില്ല. എനിക്ക് ജസ്റ്റ് വീട്ടിൽ പെയിൻ്റ് ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു, അത്രേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാണ്ട് പ്രൊഫഷണലിസം അങ്ങനെയൊന്നുമില്ല. പിന്നെ ബോറടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ റീസൺസ് ഇത് ചെയ്യാനുള്ളത്. പിന്നെ എനിക്കിഷ്ടമാണ്. അങ്ങനെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ തുടച്ചെടുക്കുന്നുണ്ട്. ഫുൾ ഓൾമോസ്റ്റ് നീറ്റായിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ,
അപ്പോൾ നീറ്റാക്കി കഴിഞ്ഞിട്ടും ആ ഒരു ഗ്ലൂ ഇല്ലേ അത് അവിടെ തന്നെ ലൈക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാഷ് ചെയ്യണം. അങ്ങനെ ഞാൻ മറ്റേ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഈ ടോപ്പ് പോർഷൻ മാത്രമേ നീറ്റാക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ജസ്റ്റ് ക്ലീനാക്കി ആ ഒരു ഡസ്റ്റ് മാത്രമേ കളയുന്നുള്ളൂ. ഇത്ര ഉണ്ടായിരുന്നു അതിനകത്ത്. ഇതൊക്കെ ഗ്ലൂ ആണ്, പിന്നെ ഡസ്റ്റും ഉണ്ട്. ആ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഗ്ലൂ ആണ്. അതൊക്കെ മാറ്റിയാലേ നമുക്ക് നെക്സ്റ്റ് ആ ഒരു കോട്ട് കൊടുക്കുമ്പോൾ ഫിനിഷ് കിട്ടത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ പതുക്കെ ആ ഡസ്റ്റൊക്കെ മാറ്റി വെള്ളം വെച്ചൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ടങ് 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 നടക്കുന്നുണ്ട്. അങ്ങനെ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയി. താഴത്തത് ലൈക്ക് ഒരു കോട്ടും കൂടി കൊടുക്കാനുണ്ട്, അപ്പോൾ നാളെ കൊടുക്കും. മുകളിലത്തത് ഓൾമോസ്റ്റ് സെറ്റാണ്. ഹലോ, അപ്പോൾ ഇന്ന് ഡേ 2 ഈവനിങ് ആണ്. ഇത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് വാഷ് ചെയ്ത് കളയണം. നമുക്ക് ഇന്നലത്തെ ബാക്കി നോക്കാം. ഇന്നലെ ഞാൻ ടേബിള് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം ആ പെയിൻറ്റിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. സോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈക്ക് പ്രൊഫഷണലായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി ലൈക്ക് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഇതാ എനിക്കത്ര രീതിയിൽ അറിയാത്തതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്, പക്ഷെ ഓവറോൾ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കംപ്ലീറ്റ് ആയത് ഇത്രയും ചൂട് കാരണമാണ് ഫാൻ ഓഫ് ആക്കിയിട്ടേക്കാണ് സൗണ്ട് വരും. അപ്പം ഞാൻ ഇത് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയുമില്ല. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണ്ട. ഓക്കെ, ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഈ ഇടയ്ക്ക് എനിക്ക് കുറച്ച് മെസ്സേജസും ഡൗട്ട്സും വരുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്, പക്ഷേ ലോങ് വീഡിയോയിലും പറയാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, BSLP കോഴ്സിനെ കുറിച്ചാണ്. അഡ്മിഷൻ ഓപ്പൺ ആണോ, ടഫാണോ, റാഗിങ് ഉണ്ടോ കോളേജിൽ, എവിടെയൊക്കെ എടുക്കാൻ പറ്റും, എങ്ങനെ ലൈക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് ഡൗട്ട്സാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അഡ്മിഷനിലോട്ട് വരുമ്പോഴത്തേക്കും അഡ്മിഷൻ ഇപ്പോൾ 12th ഓൾമോസ്റ്റ് എല്ലാവർക്കും എക്സാംസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പണായി വരുന്നുണ്ട്. ഓപ്പൺ ആണ് കുറേ കോളേജസിൽ. സീറ്റ് പെട്ടെന്ന് ഫില്ലാവും. അതാണ് എൻ്റെ ഒരു നോളേജിൽ, പെട്ടെന്ന് സീറ്റ് ഫില്ലാവും. പിന്നെ നമുക്ക് വരുന്നത് ഷോർട്ട് സീറ്റ്സ് അവൈലബിലിറ്റി ആണ്. സോ പെട്ടെന്ന് നിങ്ങൾക്ക് എത്രത്തോളം അഡ്മിഷൻസ് എടുക്കാൻ പറ്റുമോ, നല്ല നല്ല കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ അതെടുക്കാം. മെയിനായിട്ട് നോക്കേണ്ട കാര്യം, ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് എക്സ്പോഷർ ഉണ്ടോ. എക്സ്പോഷർ മീൻസ് നമുക്ക് പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നുണ്ടോ എന്നാണ് നിങ്ങൾ കൂടുതൽ നോക്കേണ്ടത്. ഓക്കെ, അത് മെയിനായിട്ട് നോക്കിച്ചാൽ. ഇപ്പോൾ നമ്മൾ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കോളേജസിലും കോളേജ് ലൈഫ് കിട്ടണമെന്നില്ല. ലൈക്ക് നമ്മുടെ നാട്ടിൽ വരുന്നത് പോലെ കൾച്ചറൽ ഇവൻറ്റ്സോ എല്ലാ മെയിൻലി പ്രൊഫഷണൽ ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്കും എപ്പോഴും പ്രോഗ്രാംസ് ഈവൻറ്റ്സ് വരണമെന്നില്ല. സോ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് എക്സ്പോഷർ ഉണ്ടോ എന്ന് മെയിനായിട്ട് നിങ്ങൾ നോക്കണം. പിന്നെ RCI അപ്രൂവ്ഡ് ആണോ എന്നും കൂടി നോക്കണം. ഓക്കെ, അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് റാഗിങ് ഉണ്ടോ.
നിങ്ങൾക്ക് നോർമലി റാഗിങ് മീൻസ് ഉദ്ദേശിക്കുന്നത് പണ്ടുണ്ടായിരുന്നു ഭയങ്കര ഹറാസ്മെൻ്റ് ആയിട്ട് എല്ലാ മാക്സിമം പണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ റാഗിങ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു റൂൾസ്, ഇന്ത്യൻ റൂൾസ് അനുസരിച്ച് ഒരു കോളേജിലും അങ്ങനത്തെ റാഗിങ് അലൗഡ് അല്ല. അതിനായിട്ടുള്ള ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാവും ഓരോ കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും. സോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ റൈറ്റ്സ് ഉണ്ട് ചെന്ന് അവരോട് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട്. ഞാൻ അതിലല്ല വരുന്നത്. ഇപ്പോൾ കോളേജിലോട്ട് വരുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഫണ്ണി ഈവൻറ്റ്സ് നടക്കും, ഇൻട്രാക്ഷൻ സെക്ഷൻസ് നടക്കും, സീനിയറായിട്ട് ഇൻട്രാക്ഷൻ നടക്കും. അതൊക്കെ നിങ്ങൾ റാഗിങ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. പക്ഷെ അതിന് വെറുതെ ഒരു പേരിടുന്നതാണ് റാഗിങ്. പക്ഷെ അത് അത്ര ഭയങ്കര വൾണറബിൾ ആയിട്ടോ ഹറാസ്മെൻ്റ് ആയിട്ടോ പോകത്തില്ല. ഭയങ്കര കോളേജിൽ ഫണ്ണി ആയിട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് സീനിയേഴ്സുമായിട്ട് ഇൻട്രാക്ഷൻ സെക്ഷൻസ് വരും. ചിലപ്പോൾ ചില സീനിയേഴ്സ് അതിൽ സ്ട്രിക്റ്റ് ആയിരിക്കാം. അതൊക്കെ നിങ്ങൾ എടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് പ്രൊഫഷണലാണ്. ഞങ്ങൾ കൂടുതൽ ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അവരായിരിക്കും നമുക്ക് ഗൈഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ എപ്പോഴും അവരുടെ ഡൗട്ട് ചോദിക്കാനോ അങ്ങനെയൊക്കെ. സോ അവർ ചിലർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കാം, ചിലർ ഭയങ്കര ഫണ്ണി ആയിരിക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ച് അത് മാറും. പക്ഷെ അതൊന്നും നിങ്ങൾ കൂടുതൽ എടുക്കരുത്. അങ്ങനെയൊന്നും നടക്കത്തില്ല. ഇൻ കേസ് അത് കഴിഞ്ഞ് ഭയങ്കര വൾണറബിൾ ആയിട്ടോ ഹറാസ്മെൻ്റ് ആയിട്ടോ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങളൊക്കെ. സോ അതാണ് ബേസിക്കലി എല്ലാ കോളേജിലും ഉണ്ടാവും ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ സീനിയേഴ്സുമായിട്ട്. സോ അത് ആ ഒരു രീതിയിൽ ഫണ്ണി ആയിട്ട് എടുത്ത് വിടണം, അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടഫാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരും പഠിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. സോ ഓരോരുത്തർക്കും ഓരോ ലെവൽ ഓഫ് ലേണിംഗ് ആയിരിക്കും. പക്ഷെ നമുക്ക് ടഫാണ്. MBBS അങ്ങനെ പഠിക്കുന്ന രീതിയിൽ നമ്മൾ ഫുള്ള് പഠിക്കുന്നില്ല. നമുക്ക് മെയിനായിട്ട് വരുന്നത് ഈ ഒരു ട്രങ്കിൻ്റെ എബോളുള്ള പോർഷൻസ് ആണ്. മീൻസ് നമ്മുടെ ഈ ഒരു ഭാഗം, ഇതിന് മുകളിലുള്ള മെയിനായിട്ട് നമ്മൾ അനാട്ടമി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ലൈക്ക് മെഡിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഫുൾ തെറാപ്പി അത് അങ്ങനെ ആ ഒരു ഫീൽഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ആരും ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഈ ഒരു കോഴ്സിന് വരണ്ട. അത് ഈ ഒരു കോഴ്സിനല്ല, ഒരു കോഴ്സിനും വേണ്ട. അപ്പം അതാണ്. സോ പഠിക്കാനൊക്കെ പറ്റും. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റി കോളേജസ് അനുസരിച്ച് അവരെ ക്വസ്റ്റ്യൻ പാറ്റേൺ പിന്നെ കറക്ഷൻ രീതി ടഫായിരിക്കും. ചിലത് ഭയങ്കര കുറച്ച് ലിബറൽ ആയിരിക്കാം. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. നല്ലൊരു ഫീൽഡാണ്. സ്കോപ്പ് നോക്കുവാണെങ്കിൽ സ്കോപ്പ് നല്ല ഇപ്പോൾ കമ്പാരിറ്റീവ് വേറെ പാരാമെഡിക്കൽ കോഴ്സസ്, വേറെ അലൈഡ് ഹെൽത്ത് കോഴ്സസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ BSLPക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആണ് ഫ്രഷേഴ്സിന്. പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാൻ എളുപ്പമുള്ളൊരു ഫീൽഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. ബിക്കോസ് നമുക്ക് എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് പാസ് ഔട്ട് ആവുന്നത് കുറവാണ്. ഓരോ ഇയറും എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് പാസ് ഔട്ട് ആവുന്നത് കുറവാണ്. അത്ര സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇത്ര പേഷ്യൻസിന് ഇത്ര ഒരു തെറാപ്പിസ്റ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 10 പേഷ്യൻസിന് ഒരു തെറാപ്പിസ്റ്റേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടും. ഇതിപ്പോൾ ജനറേറ്റ് ആയൊരു ഇപ്പം റീസെൻ്റ് ആയിട്ടല്ല, കുറച്ച് വർഷങ്ങളായിട്ടുള്ള കോഴ്സാണ്. സോ എല്ലാവരും അറിഞ്ഞു വരുന്നുണ്ട്. ഇറ്റ് ഈസ് ബെറ്റർ. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പിന്നെ അബ്രോഡ് പോകണമെങ്കിലും അതും പറ്റും. നിങ്ങൾക്ക് PG എക്സ്ട്രാ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഈ കോഴ്സിനെ കുറിച്ച്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ നിങ്ങൾക്ക് ഇടാം. പിന്നെ എൻ്റെ Instagram ID ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ വന്ന് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ കാരിയർ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ തരാം. പിന്നെ അഡ്മിഷൻ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ലൈക്ക് എൻ്റെ കോളേജല്ല വേറെ കോളേജസിനെ കുറിച്ചോ വേറെ കോഴ്സിനെ കുറിച്ചോ നിങ്ങൾക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പ്ലീസ് DM me. എൻ്റെ Instagram ID ഞാൻ കൊടുത്തിട്ടുണ്ടാവും. സോ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ.